അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നായപ്പോ പേരോട് അടവ് മാറ്റുകയാണ്. എന്താ പേരോടിന്റെ അടവ് അറിയോ? അതൊന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ. എന്താ മൂപ്പര് പറയുന്നറിയോ? അള്ളാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉള്ള അള്ളാഹുവിലല്ല. അവരല്ലാ എന്ന് പറയുന്നത് വേറൊരു സങ്കല്പാണ്. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ പേരിൽ ഞാൻ വലിയ കൃത്രിമം കാണിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അദ്ദേഹം പറയുന്നു ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാഗവും ഞാൻ കൃത്രിമം കാണിച്ചു എന്നും പറയാണ്. മൂപ്പരുടെ 2 ക്ലിപ്പുകൾ ആദ്യം കേൾപ്പിച്ചിട്ട് ഞാൻ പറയുന്നുവെന്ത്, അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. ഉള്ള എന്നുള്ളത് ഞാൻ ഒഴിവാക്കിയതാണ്. ഉള്ള എന്നുള്ളത് മൗലവി കട്ടതല്ലേ? അപ്പൊ ഉള്ള എന്നുള്ളത് ഒഴിവാക്കിയിട്ടാ മൗലവി പറഞ്ഞത് ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത്. മൗലവി പറഞ്ഞതോ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാണ്. മൗലവിയുടെ തട്ടിപ്പാണത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വികാരഭരിതനാകുന്ന രംഗം ആദ്യം ഒന്ന് കണ്ടോളിൻ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ സത്യാവസ്ഥ എന്ന് വിശദീകരിച്ചു തരാം. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. കണ്ടങ്ങൾ ഉള്ള എന്നുള്ള കത്ത് കണ്ടോ? ഞാൻ പറഞ്ഞ വാചകത്തിൽ ഉള്ള എന്നത് കത്തു. എന്നിട്ട് ക്ലിപ്പ് കേൾപ്പിക്കുന്ന ഒന്ന്, ഇയാൾ പറയുന്ന വേറൊന്ന്. അത് നിങ്ങളെ പരിപാടിയാണ്. അത് നിങ്ങളെ പരിപാടി അപ്പാ പറഞ്ഞത്. ഉള്ളതൊന്ന് കേൾപ്പിക്കുന്നതെന്ന്. എന്താ ഇപ്പൊ സംഭവിച്ചത്? നിങ്ങൾ ശരിക്കും കേട്ടില്ലേ? അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ് അല്ലേ? അതിന് ഞാൻ പറഞ്ഞപ്പോ എന്താ ഈ ഉള്ള എന്നുള്ളത് ഒഴിവായി. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പാണ്. ഉള്ള എന്നുള്ളത് അവിടുന്ന് ഒഴിവാക്കിയാൽ പേരോടിന് എന്താ നഷ്ടം വരാനുള്ളത്? എനിക്കെന്താ ലാഭം വരാനുള്ളത്? അത് പേരോടൊന്ന് പറയുന്നടുത്ത പ്രസംഗത്തിൽ. ഒരു വെറുതെ ആൾക്കാരോട് ക്ലിപ്പാണ് കേൾപ്പിച്ചിട്ട് പറയുമ്പോ അപ്പൊ ആരെങ്കിലും ധരിച്ചാലോ എന്ത് പണിയാ ഈ സലഫി കാണിച്ച്? അയാൾ ഉള്ളാന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിച്ചിട്ട് പിന്നെ മൗലവി ഉള്ളാന്ന് കട്ടത് ശരിയായില്ല എന്നാർക്കെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് സാധു പറഞ്ഞതാ. എന്നാ നിങ്ങളൊന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഉള്ളണ്ടല്ലോ ഉള്ള, അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, അതൊരു സങ്കല്പമാണ്. ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, വേറൊരു സങ്കല്പാണ് എന്നും പറഞ്ഞാൽ ആശയത്തിൽ എന്ത് തകരാറാ വരിക? ഉള്ള അള്ളാഹുവിൽ എന്ന് ഞാൻ ഉള്ള എന്നത് ഒഴിവാക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ആശയത്തെയാണ് എനിക്ക് ലാഭകരമാക്കാൻ കഴിയുക? എനിക്കെന്താ തട്ടിപ്പ്? ഞാൻ ഉള്ള എന്നുള്ളത് ഒഴിവാക്കിയാൽ എനിക്ക് വല്ല കാര്യവും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടോ? ഇല്ല. അപ്പൊ വെറുതെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തോ കട്ടിട്ടുണ്ട്, എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇയാൾ വേറൊരു അള്ളുണ്ട് തന്നെയല്ലേ വരുത്തി തീർക്കുന്നത്? അയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞോ വേറൊരു അള്ളുണ്ട് എന്നൊക്കെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. ചോദ്യവും മറുപടി ഇന്ന് പേരോടിനെ കൊണ്ടാ പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞോ വേറൊരു അള്ളുണ്ട് എന്ന് മൂപ്പര് ചോദിക്കുക, മറുപടി ഞാനല്ല പറയണത്, മൂപ്പരെന്നെ പറയും വേറൊരു സങ്കല്പാണ്. വേറെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിലുള്ള അള്ളല്ല, വേറൊരു അള്ളയാണ് തന്നെയല്ലേ? കേട്ടോളൂ നിങ്ങൾ. അയാളെന്നെ ചോദിക്കട്ടെ, അയാളെന്നെ മറുപടിയും പറയട്ടെ. കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. പിന്നെ വേറൊരു അള്ളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അള്ളുണ്ട്. പിന്നെ വേറൊരു അള്ളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അള്ളുണ്ട്. പിന്നെ വേറൊരു അള്ളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അള്ളുണ്ട്. മൂപ്പരെന്നെ ഉത്തരം പറയട്ടെ. മൂപ്പര് പറഞ്ഞോ അല്ലേ എന്ന് കേട്ടോളി. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ചോദ്യവും ഉത്തരവും പേരോടെന്നെ പറഞ്ഞു. മൂപ്പര് ചോദിക്കണം ഞാൻ പറഞ്ഞോ വേറൊരു അള്ളുണ്ട്. പിന്നെ എന്തെങ്ങൾ പറഞ്ഞു? നിങ്ങളെ ഉത്തരത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, ഒരു സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഉള്ള അള്ളാഹുവിനെ മാറ്റിയിട്ട് വേറൊരു സങ്കല്പത്തിന് അള്ളാന്ന് പേരിട്ടിട്ടാണ് അവർ വിശ്വസിച്ചത്. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? വളരെ കൃത്യല്ലേ?